യെശയ്യാ അധ്യായം 40. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളിച്ചെയ്യുന്നു. യെരൂശലേമിനോട് ആദരവോടെ സംസാരിച്ച് അവളുടെ യുദ്ധസേവ കഴിഞ്ഞും അവളുടെ അകൃത്യം മോചിക്കപ്പെട്ടും അവൾ തൻ്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്ന് അവളോട് വിവരിച്ചു പറഞ്ഞു. കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുകയും നിർജ്ജനപ്രദേശം നമ്മുടെ ദൈവത്തിൻ്റെ പെരുവഴി നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരയണം. വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായിലോ അരുളി ചെയ്തിരിക്കുന്നത്. കേട്ടോ വിളിച്ചു പറയുക എന്ന് ഒരുത്തൻ പറയുന്നു. എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം വയലിലെ പൂ പോലെയുമാവുന്നു. യഹോവയുടെ ശ്വാസം അതിനെ ഊതുകിയാൽ പുല്ലുണങ്ങുന്ന പൂവാടുന്നു. അതേ ജനം പുല്ല് തന്നെ, പുല്ലുണങ്ങുന്ന പൂവാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. സുവാർത്ത ദൂതിയായ സിയോനെ, നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെയ്യുക. സുവാർത്ത ദൂതിയായ യെരൂശലേമേ, നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക, ഭയപ്പെടാതെ ഉയർത്തുക. യഹൂദ നഗരങ്ങളോട്, ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറയുക. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായിരുന്നു, അവൻ്റെ പുച്ഛം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. ഇതാ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. ഒരിടയനെ പോലെ അവൻ തൻ്റെ ആട്ടുംകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തെ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും. തൻ്റെ ഉള്ളംകൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന് പരിമാണം എടുക്കുകയും കുഞ്ഞിൻ്റെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിൽ തൂക്കുകയും ചെയ്തവനാർ. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ. അവനെ ഉപദേശിച്ച് ന്യായത്തിൻ്റെ പാതയെ പഠിപ്പിക്കുകയും അവന് പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിൻ്റെ മാർഗ്ഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാവുന്നു ആലോചന കഴിച്ചത്. ഇതാ ജാതികൾ തുലാക്കോട്ടയിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് പോകുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരിയെ പോലെ എടുത്തു പൊക്കുന്നു. ലബാനോൻ വിറകിന് പോരാ, അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നില്ല. സകല ജാതികളും അവന് ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. അവന് വെറുമയും ശൂന്യമായി തോന്നുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശമാക്കും? മൂശാരി വിഗ്രഹം വാർക്കുന്നു, തട്ടാൻ പൊന്നുകൊണ്ട് പൊതിയുകയും അതിനെ വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തവൻ ദ്രവിച്ചു പോകാത്ത ഒരു മരക്കണ്ണ തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തി ഉണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കറിഞ്ഞുകൂടിയോ? നിങ്ങൾ കേട്ടിട്ടില്ലയോ? ആദ്യമേ നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളാണ് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ? അവൻ ഭൂമണ്ഡലത്തിൽ മീതെ അധിവസിക്കുന്നു. അതിൻ്റെ നിവാസികൾ വെട്ടുക്കിളികളെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തിൽ തിരശ്ശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതെയാക്കുകയും ഭൂമിയിലെ ന്യായാധിപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു. അവരെ നട്ട ഉടനെ, അവരെ വിതച്ച ഉടനെ, അവർ നിലത്ത് വേരൂന്നി തുടങ്ങിയ ഉടനെ അവൻ അവരുടെ മേൽ ഊതി അവരെ പാടിപ്പോവുകയും ചുഴലിക്കാറ്റുകൊണ്ട് താളിൻ്റെ പോലെ പാറിപ്പോവുകയും ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശമാക്കും? ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായ അരുളി ചെയ്യുന്നു. നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതാ. അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെ എല്ലാം പേർ ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു. അവൻ്റെ വീര്യമഹാത്മ്യം നിമിത്തവും അവൻ്റെ ശക്തിയുടെ ആധിക്യം നിമിത്തവും അവയിലൊന്നും കുറഞ്ഞു കാണുകയില്ല. എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് പറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നുവെന്ന് യാക്കോബേ നീ പറയുകയും ഇസ്രായേലിൽ നീ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. നിനക്കറിഞ്ഞുകൂടിയോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അവൻ ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അവൻ്റെ ബുദ്ധി അപ്രമേയമത്രേ. അവൻ ക്ഷീണിച്ചിരിക്കുന്നതിന് ശക്തി നൽകുന്നു, ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ വീട്ടിൽ വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി കൊടുക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും.